ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് വരികയാണ്. ഇന്ന് ജിൻഡോ നമ്മുടെ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, ജിൻഡോനെ പലരും മണ്ടന പൊട്ടന എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇന്ന് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ജിൻഡോ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്, ബിഗ് ബോസ് വിന്നറാകാൻ കെൽപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് അവർ ഗബ്രിയുമായിട്ട് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് കളിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ അവരെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കിയത്. കാരണം അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് കളിക്കട്ടെ, ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ അവിടെ ഇരിക്കുന്ന സദസ്സിലിരുന്ന കുറേ പേരൊക്കെ കൈയടിക്കുന്നുണ്ട് കേട്ടോ. ജിൻഡോ പറഞ്ഞ കാര്യം കൃത്യമാണ്. ജിൻഡോ പറയുന്നു, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ജാസ്മിന് ഇപ്പോഴും അതിനുള്ള കഴിവുണ്ട്, ബിഗ് ബോസ് വിന്നറാകാനുള്ള കഴിവുണ്ട്. സിംഗിളായിട്ട് കളിക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. പക്ഷേ ഇവർ ഗ്രൂപ്പ് ചേർന്ന് കളിക്കുകയാണെങ്കിൽ ഇതെവിടെയും എത്തത്തില്ല എന്ന് ജിൻഡോ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. പറയാതിരിക്കും വയ്യ, ജിൻഡോ വീക്ഷിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. അവർ സിംഗിളായിട്ട് കളിക്കുകയാണെങ്കിൽ അവർക്ക് ബിഗ് ബോസ് വിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജിൻഡോയുടെ വാക്കുകൾ സഹമത്സരാർത്ഥികളുടെ ഇടയിൽ പുച്ഛഭാവമാണ് ഉണ്ടാക്കിയെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. കൈയടിച്ച് തന്നെയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചത്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.